നമസ്കാരം. ഒരു സിനിമ കണ്ടു, തുടക്കം സിനിമ കണ്ട് വന്ന് സിനിമയെക്കുറിച്ച് പറയണമെന്ന് ഓർത്ത് പറയുകയാണ്. ഒരു തുടക്കക്കാരിയാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വിസ്മയ മോഹൻലാലിൻ്റെ മകളാണ്. വിസ്മയ സിനിമ കുടുംബത്തിൽ നിന്ന് വരുന്ന മകളാണ്. അതുകൊണ്ട് വിസ്മയം തീർത്തിരിക്കുന്നു തുടക്കം എന്ന സിനിമയിൽ. അതോടൊപ്പം തന്നെ വിസ്മയോടൊപ്പം തന്നെ അഭിനയിച്ച ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ, അതും സിനിമാ കുടുംബമാണ്. ആ സിനിമാ കുടുംബം എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അദ്ദേഹം നിർമ്മാതാവാണ്. ആ നിർമ്മാതാവിൻ്റെ മകനും സിനിമയുമായി ബന്ധപ്പെട്ട് ആൾ തന്നെയാണ് ആശിഷ് ജോ ആൻ്റണി. ഇദ്ദേഹവും ഗംഭീരമായിട്ടാണ് അഭിനയിച്ചത്. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു യാത്രയുണ്ട്. ഒരച്ഛനും മകളും ഒരു ഡോഗുമായുള്ള ബന്ധം. അതിൽ ഫസ്റ്റ് ഹാഫ് വരെ നമ്മളെ ത്രില്ലടിപ്പിച്ച് നിർത്തിയാണ്. അതിൻ്റെ കഴിവ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് സംവിധായകൻ ജൂഡിന് തന്നെയാണ്. ബിഗ് സല്യൂട്ട് ജൂഡ്. ഗംഭീരമായിട്ട് താങ്കൾ ആ ഫസ്റ്റ് ഹാഫ് വരെ കൊണ്ടുവന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ സിനിമ വേറൊരു യാത്രയാണ് ചെയ്തത്. അത് ഗംഭീര യാത്ര തന്നെയാണ്. സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേർത്തുകൊണ്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ വിസ്മയ മോഹൻലാലിൻ്റെ മകൾ മായ, ലാലേട്ടൻ്റെ മകൾ മായ. ആ മായയ്ക്ക് ചില സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ലാലേട്ടൻ തന്നെ. ഫൈറ്റുകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ ലാലേട്ടൻ എന്തൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ സിനിമകളിൽ, അതെല്ലാം ഈ സിനിമയ്ക്ക് വേണ്ടി വിസ്മയം ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതെല്ലാം സിനിമാ കുടുംബത്തിൽ നിന്നാണ്. ലാലേട്ടൻ്റെ ബ്ലഡ് തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു സംശയം വേണ്ട, ഒരു തർക്കവും വേണ്ട. എന്തുകൊണ്ടും സിനിമ ഒരു വിജയ സിനിമയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ സിനിമ ഈ പറഞ്ഞതുപോലെ കുടുംബബന്ധങ്ങളും ദുരൂഹ സംഭവങ്ങളും ആക്ഷനും ഒരു ത്രില്ലർ അനുഭവമായിട്ടാണ് ഈ സിനിമ തരുന്നത്. കുടുംബബന്ധങ്ങൾ, ആക്ഷൻ ഇതെല്ലാം നിറച്ചൊരു ത്രില്ലർ സിനിമയായിട്ട് തരുന്നു. അപ്പോൾ കുടുംബബന്ധങ്ങൾ ആഴത്തിലുണ്ട്. ഫസ്റ്റ് ഹാഫിലേക്ക് പോയി സെക്കൻഡ് ഹാഫിലേക്ക് വന്ന് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഗംഭീര ഒരു സംഭവമുണ്ട്. സിനിമ കാണാത്തവർ പറയുന്നില്ല, കണ്ടു നോക്കുക. പിന്നീട് ലാലേട്ടൻ ആ ഒരേ സ്ക്രീനിൽ അച്ഛനും മകളും കൂടെ വരുമ്പോൾ വലിയ കൈയടിയാണ് നിൽക്കുന്നത്. വലിയ കൈയടിയാണ് തിയേറ്ററിൽ കിട്ടുന്നത്. അച്ഛൻ്റെ ഒപ്പം മകൾ അഭിനയിക്കുന്നു. അത് തന്നെയായിരുന്നു ഇൻ്റർവ്യൂവിലും വാർത്താ സമ്മേളനത്തിലും അച്ഛൻ്റെ ഒപ്പം നിൽക്കും, അച്ഛൻ്റെ ഒപ്പം അഭിനയിക്കാൻ പോവാണല്ലോ, ഇതാണല്ലോ പറയുന്നതെന്ന് മായ അഭിമുഖങ്ങളിലും അതോടൊപ്പം തന്നെ പ്രസ് മീറ്റിലും പറയുകയുണ്ടായിരുന്നു. തുടക്കം സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഗംഭീരമായുള്ള ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നു. ആ സ്റ്റോറി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നീട് നമുക്ക് പ്രതീക്ഷകളാണ് തരുന്നത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആരാണ് വില്ലൻ, ആരുടെ കയ്യിലാണ് ഇത്തരം വില്ലത്തരമുള്ളത്, ഇത് സിനിമ കണ്ട് നമ്മൾ തീരുമാനിക്കണം. നമുക്കറിയാം, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ വില്ലനായി വന്ന മോഹൻലാൽ എന്ന ആ മഹാപ്രതിഭ ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്. അന്നു മുതൽ ഈ സിനിമാ ജീവിതത്തിൽ തുടങ്ങി വെച്ച സിനിമാ അനുഭവങ്ങളുള്ള ആ കുടുംബത്തിൽ നിന്നും ആദ്യം അഭിനയിച്ച മകനാണെങ്കിലും ഇപ്പോൾ മകളും വന്നപ്പോൾ ആ സിനിമാ കുടുംബത്തിനുണ്ടാകുന്ന സന്തോഷവും അതിനപ്പുറമാണ്, പറയാതിരിക്കാൻ വയ്യില്ല. സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇവരെല്ലാവരുടെയും പ്രതികരണമുണ്ട്. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ്റെ അഭിനയത്തെക്കുറിച്ച് പറയുന്നു, അമ്മയും പറയുന്നു, അച്ഛനും പറയുന്നു, വിസ്മയെക്കുറിച്ച് ചേച്ചി പറയുന്നു, സംവിധായകൻ പറയുന്നു, മായ പറയുന്നു, ജോ പറയുന്നു. ആ ബൈറ്റുകൾ ചെറുതായിട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. ജീവിതത്തിൽ ഒരുപാട് സിനിമകളുടെ ആദ്യ ദിവസം റിലീസിന് വന്നിട്ടുണ്ട്. ഇത് പക്ഷേ പ്രത്യേകതയുള്ള ആദ്യ ദിവസമാണ് എനിക്ക്. കാരണം ആശീർവാദിൻ്റെ ഒരുപാട് സിനിമകളുടെ ആദ്യ ദിവസം വന്ന് നമ്മൾ ഇങ്ങനെ നിന്നിട്ടില്ല. ഇത് വളരെ വളരെ സ്പെഷ്യലാണ്. കാരണം മോഹൻലാൽ സാറിൻ്റെ മകൾ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് തന്നെ ലാൽ സാറിനെ മലയാളികൾക്കെല്ലാം അത്ര ഇഷ്ടമുള്ള ആളാണ്. അപ്പം ലാൽ സാറിൻ്റെ മകളാകുമ്പോൾ മലയാളികൾക്കത് പ്രിയപ്പെട്ടതാണ്, ഞങ്ങൾക്കത് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ആ സ്നേഹത്തോടു കൂടിയാണ് ഈ സിനിമയെ തുടക്കം മുതൽ അതിൻ്റെ കൂടെ യാത്ര ചെയ്തത്. രണ്ടുപേരും ചെറുപ്പത്തിലൊരു ജനിച്ചപ്പറന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് എല്ലാ റിപ്പോർട്ട്സ് ഇതുവരെ കേൾക്കുന്നത് നല്ല നല്ല റിപ്പോർട്ട്സ് ആയതുകൊണ്ട് blessed. Hope everyone likes it. Please go watch it. And I had a amazing time shooting this movie. And എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര സന്തോഷം. പ്ലീസ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. പിന്നെ ഇതിനെല്ലാം ക്രെഡിറ്റ്
ഇല്ല, ഭയങ്കര സന്തോഷം. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പറയുന്നു. അപ്പോൾ എല്ലാവരും പോയി സിനിമ കാണാം, ഫാമിലി ആയിട്ട് കാണാം, ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഭയങ്കര സന്തോഷം. മോൻ്റെ ബിഗ് സ്ക്രീനുള്ള തുടക്കത്തിൽ നന്നായിട്ട് റെസ്പോണ്ട് കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. മായക്കുട്ടിയും മോനും കഥാപാത്രമായിട്ട് മാറി. അതെല്ലാവരും പ്രേക്ഷകരെല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. ഭയങ്കര ഹാപ്പി. ആദ്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഇതൊന്നും ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. വളരെ എല്ലാവരും കണ്ടോ ഭയങ്കര നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ഗംഭീരമായിട്ടുള്ള പ്രസൻസ് ആണ് ഇതിന് പടത്തിലുള്ളത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അവർ ചെയ്തില്ല പിന്നെ ആര് ചെയ്യാൻ, ആ വീട്ടിൽ നിന്നല്ലേ വരുന്നത്. ഇതാണ് ഇവർ പറയുന്നത്. സന്തോഷമാണ് മനസ്സ് നിറയെ എല്ലാവർക്കും. അതോടൊപ്പം തന്നെ ഇതിൽ അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും മനോജ് കെ ജയനാണെങ്കിലും, അതോടൊപ്പം തന്നെ KB ഗണേഷ് കുമാർ, ബോബി കുര്യൻ, അശ്വൻ, കോട്ടയം രമേശ്, ജയാക്കുറുപ്പ്, ജാഫർ ഇടുക്കി, അതോടൊപ്പം തന്നെ പോലീസ് വേഷത്തിലെത്തിയിരിക്കുന്ന ജിബിൻ, ഇവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായി അഭിനയിച്ചിരിക്കുന്നു. അതിൽ തിയേറ്ററിൽ മറ്റൊരു കൈയ്യടി കിട്ടുന്ന ഒരു സീനുണ്ടായിരുന്നു കേട്ടോ. ഒരു അശ്വനുമൊക്കെ ആയിട്ട് അഭിനയിച്ച് ബോബി കുര്യൻ നടന്നു പോകുമ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞത് അത് തിയേറ്ററിൽ കൈയ്യടിയാണ്. കിളി പോയവരെല്ലാം ഇങ്ങനെ സ്ലോ മോഷനാണ് പോകുന്നതെന്ന്. അത് ഗംഭീര കൈയ്യടിയാണ്. കിളി പോയവരൊക്കെ ഇങ്ങനെ സ്ലോ മോഷനാണ് പോകുന്നത്. തൂഫാൻ ഒരു ടാഗ് ലൈൻ ആക്കാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇപ്പോൾ തൂഫാൻ്റെ വലിയ ഇതാണല്ലോ രമേശ് ചെന്നിത്തല അറിയാൻ വേണ്ടി ആ തൂഫാൻ ഒരു ടാഗ് ലൈൻ ആക്കാവുന്ന ഒരു ക്യാപ്ഷനോട് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും സിനിമ ഒന്നിനൊന്ന് മെച്ചം. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത അഭിനയ മികവ് കാണിച്ചിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയാം, ജൂഡിൻ്റെ എടുത്ത് പറയാം, മോഹൻലാലിൻ്റെ മോളാണ്, ആൻ്റണി പെരുവ പ്രൊഡ്യൂസറിൻ്റെ മോനാണ് എന്ന രീതിക്കുള്ള ഒരു പരിഗണനയൊന്നും കൊടുത്തില്ല. വേണ്ടാത്ത സ്ഥലങ്ങളിലും ഇവരെ വെറുതെ കാണിച്ചിട്ടില്ല. അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം. ഈ ലാലേട്ടൻ്റെ മോളല്ലേ, അപ്പം കുറേ സീനുകൾ കൊടുക്കണം, അല്ലെങ്കിൽ കുറേ ഫൈറ്റുകൾ കൊടുക്കണം, അല്ലെങ്കിൽ കുറേ ഡയലോഗുകൾ കൊടുക്കണം. അതുകൊണ്ട് പണം മുടക്കുന്ന ആൻ്റണി പെരുമ്പാറിൻ്റെ മകനാണല്ലോ, അദ്ദേഹത്തിന് കുറേ ആക്ഷനും അല്ലെങ്കിൽ കുറേ ഡയലോഗുകളൊക്കെ കൊടുക്കണമെന്ന് ഒന്നും തീരുമാനിക്കാതെ അതിൻ്റെ കൃത്യതയോടുകൂടി അതിൻ്റെ മീറ്ററിൽ പിടിച്ച് കൊണ്ടുപോകാൻ ഈ ജൂഡെന്ന സംവിധായകന് കഴിഞ്ഞു എന്നതും മറ്റൊരു വിജയമാണ്. അതാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റാണ് ഞാൻ പറയാനുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ അച്ഛനും മോളും ഒരു സ്ക്രീനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം നമുക്കറിയാമല്ലോ. അച്ഛനും മോനും വന്നിട്ടുണ്ട്, അതോടൊപ്പം അച്ഛനും മോളും കൂടെ ഒരു സ്ക്രീനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം പ്രേക്ഷകർക്ക് എന്ത് മാത്രമാണ് ഉള്ളതെന്ന് മനസ്സിലായല്ലോ. അതോടൊപ്പം തന്നെ ഫാൻസുകാർക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാനുള്ള സിറ്റുവേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കുടുംബ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു കുടുംബ പശ്ചാത്തലം, ഇതിൽ അഭിനയിച്ച ഓരോ കഥാപാത്രം പറയുമ്പോൾ അതിലൊരു കുട്ടി അഭിനയിച്ചിട്ടുണ്ട്, ഗംഭീര അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിലൊരു ഡോഗുണ്ട്, മെസ്സി, അതും ഒരു കഥാപാത്രമായി മാറിക്കൊണ്ട് സിനിമ തുടക്കം എന്ന് നമുക്ക് പറയാമെങ്കിൽ ഇതിവരൊരു തുടക്കമായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്തോ വലിയ എക്സ്പീരിയൻസ് ഉള്ളതുപോലെ തന്നെയാണ് ഇവർ അഭിനയിച്ചത്. അതുകൊണ്ട് കൂടുതലൊന്നും പറയില്ല. സിനിമ ഗംഭീരമായി തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഈ സിനിമയുടെ വിജയത്തിലേക്ക്. ആ സിനിമ വിജയത്തിലേക്ക് തന്നെ പോകുന്നു. ബിഗ് സല്യൂട്ട് വിസ്മയ ജോ.